ശബരിമലയിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടന്നത് കൂട്ടക്കവർച്ച എന്നുള്ളതാണ് ഹൈക്കോടതി പറയുന്നത്. SIT കണ്ടെത്തിയ രേഖകളിൽ നിന്ന് കൂട്ടക്കവർച്ച പ്രഥമ ദൃഷ്ട്യാ വ്യക്തമായിട്ടുണ്ടെന്നും കോടതി പറയുകയാണ്. അല്ലേ? അതെ, കവർച്ചയിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതികളുടെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഇത്തരത്തിലൊരു കാര്യം ഇന്നിപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം ഉണ്ടായത്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ 3 പ്രതികളുടെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള വിധിപ്പകർപ്പിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. SIT കണ്ടെത്തിയ രേഖകളിൽ നിന്ന് ശബരിമലയിൽ നടന്നത് കൂട്ടക്കവർച്ചയാണെന്ന് വ്യക്തമായെന്നും ഇതിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കവർച്ച ചെയ്ത സ്വർണം എവിടെയാണെന്ന് കണ്ടെത്തണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. KP ശങ്കർദാസിന്റെ ആശുപത്രി ചികിത്സയെ സംബന്ധിച്ച് ഹൈക്കോടതി തിരുവനന്തപുരം മെഡിക്കൽ സൂപ്രണ്ടിനോട് നേരിട്ട് റിപ്പോർട്ട് തേടി. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനും ജനുവരി 27 റിപ്പോർട്ട് ഹൈക്കോടതി ജുഡീഷ്യൽ രജിസ്ട്രാർ മുമ്പാകെ സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B. മുരാരിബാബു എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത്. അരങ്ങേറിയത് വിശാലമായ ഗൂഢാലോചനയാണെന്നും സ്വർണ്ണക്കവർച്ച സംഘടിത കുറ്റകൃത്യമെന്നും SIT ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നതടക്കമുള്ള പ്രോസിക്യൂഷൻ വാദം കണക്കിലെടുത്താണ് ഹൈക്കോടതി ജാമ്യാപേക്ഷകൾ തള്ളിയത്. കൈരളി ന്യൂസ്, കൊച്ചി.